ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല നാടൻ കറിയായിട്ടുള്ള മാമ്പഴക്കാളനാണ്. മാമ്പഴക്കാലം ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നതായിരിക്കും ഈ മാമ്പഴക്കാളൻ. ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് ഒന്ന് കണ്ടു നോക്കണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതും ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടുള്ളൂ. ഇന്നത്തെ ഈ മാമ്പഴക്കാളൻ ഉണ്ടാക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെ കിച്ചണിൽ നിന്നാണ്. നല്ല നാടൻ മാമ്പഴം കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ കുഞ്ഞതായിട്ട്. ഇതാണ് ബെസ്റ്റ് മാമ്പഴക്കാളൻ ഉണ്ടാക്കാനായിട്ട്. നമ്മുടെ ചെന്നൈയിൽ കിട്ടുന്ന പോലെയുള്ള മാങ്ങയാണെങ്കിൽ അത് കഴിക്കാനാണ് കൂടുതൽ നല്ലത്. ഇങ്ങനത്തെയുള്ള മാങ്ങകളാണ് മാമ്പഴക്കാളന് ഏറ്റവും നല്ലത്. കണ്ടില്ലേ, ഒറിജിനൽ കട്ട് ചെയ്തപ്പോൾ എന്തൊരു കളറാണെന്ന്. ഒറിജിനൽ മാമ്പഴത്തിൻ്റെ കളറ്. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല മധുരമുണ്ട്. നമ്മൾ കെമിക്കലൊന്നും ചേർക്കാത്ത നമ്മുടെ നാടൻ മാമ്പഴം വീടുകളിൽ കായ്ക്കണത്. അങ്ങനെ ഞാൻ എല്ലാ മാങ്ങയും ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചു. മാമ്പഴം നമ്മളെല്ലാം വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇടാം, കുറച്ച് മുളക് പൊടി ഇടാം. നന്നായിട്ടൊന്ന് ഇളക്കാം. നന്നായിട്ട് വെന്തോട്ടെ. ആ സമയത്ത് നമുക്ക് അരപ്പ് റെഡി ചെയ്യാം. ഞാൻ എൻ്റെ കുഞ്ഞ് ട്രൈപോഡ് എടുക്കണം എന്ന് വിചാരിച്ചാണ്, എടുക്കാൻ മറന്നുപോയി. അതാണ് ഇന്നത്തെ ഈ വീഡിയോ കുറച്ച് ഷേക്കിംഗ് ആയിരിക്കും. എല്ലാവരും ക്ഷമിക്കണം. അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ, ജീരകം, കുരുമുളക്, പച്ചമുളക്. നമുക്ക് അരപ്പെല്ലാം മിക്സി ജാറിലേക്ക് ഇടാം. തേങ്ങ ഇട്ടു, ജീരകം, കുരുമുളക്, പിന്നെ പച്ചമുളക്. ഞാൻ വെള്ളത്തിന് പകരം എപ്പോഴും ഇങ്ങനത്തെയുള്ള കറികൾക്ക് തൈരോ മോരോ ചേർത്തിട്ടാണ് അരച്ചെടുക്കാറ്. ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് കറിയെല്ലാം ഉണ്ടാക്കിയ ശേഷം സാധാരണ ചേർക്കാറ്. പക്ഷെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിരന്നു പോവില്ല. നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കണം. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മാമ്പഴം എല്ലാം വെന്തോ നോക്കട്ടെ. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളെപ്പോഴും കാളന് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എരിവാണ്. കാരണം പച്ചമുളക്, കുരുമുളക്, ചുവന്ന മുളക് ഇത് മൂന്നും ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് എരിവ് അതിനനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. ഇനി ഞാൻ അരപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം ഒന്ന് തിള വരണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റി വയ്ക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ കിച്ചണിൽ നിന്ന് മാറി ഞാൻ വേറൊരു കിച്ചണിൽ നിന്ന് വീഡിയോ എടുക്കണത്. ഫൈനലായിട്ട് ഞാൻ ഉപ്പിടുന്നുള്ളൂ. താളിക്കാനായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകിടാം, ഉലുവയിടാം, കപ്പലമുളകിടാം, കറിവേപ്പില. അങ്ങനെ നമ്മളത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാമ്പഴക്കാളൻ റെഡിയായി. ബിഗിനേഴ്സിനൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഓൾ.